എവിടെയാ ശരിക്കും അവരുടെ ഇവിടെ സ്വന്തം വീട് തന്നെയാണോ ഇത്? ഇത് വാങ്ങിച്ചതാ. കലാനികേതൻ ഷേർലി ഉണ്ട്, ആ ഷേർലിയുടെ വീടാണത്. അത് സുഭദ്ര വാങ്ങിച്ചതായിരുന്നു. സുഭദ്രയ്ക്ക് 2 മക്കളല്ലേ ഉള്ളത്? 3 മക്കളുണ്ട്. ഒരാൾ മരിച്ചുപോയി, മൂത്തയാൾ മരിച്ചുപോയി, ബാക്കി 2 പേര് അവർ വേറെ വേറെ താമസിക്കുന്നു. അച്ഛൻ എന്നാ ഒടുവിൽ കണ്ടത് ഈ സുഭദ്രയെ? ഞായറാഴ്ച ഒരു 11 മണി 10 മണി 11 മണി ആയിട്ടുണ്ടാവും. ഞാൻ കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയം. അതായത് രാവിലെ 11 മണി. രാവിലെ 11 മണി. അപ്പോൾ അവർ 2 പേരും കൂടെ, വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. ബാക്കാണ് കാണുന്നത്. എനിക്ക് ഇവരാണെന്ന് മനസ്സിലായി. സ്ത്രീയെ അച്ഛന് പരിചയമുണ്ടോ? ശർമിള എന്ന് അവരുടെ പേര്. അവരെ പരിചയമുണ്ടോ? ഷർമിള പരിചയമുണ്ട്. ഇവിടെ വരുമായിരുന്നല്ലോ അവര്. ശർമിള വരുമായിരുന്നു. ശർമിള ആരാ? അയ്യോ, എനിക്കറിഞ്ഞു. ഇവരുടെ പരിചയക്കാരി എന്നുള്ള നിലയ്ക്ക് മാത്രമേ. അവരുടെ പരിചയക്കാരി നടന്നു. അവരെ ഷർമിളയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിടിക്കുന്നു ഇവരുടെ ഈ ബേസിൽ. അല്ല, ശർമിളയാണ് അതെന്ന് എങ്ങനെയാ മനസ്സിലായത്? ശർമിള എപ്പോഴും സ്ഥിരമായി ഇവിടെ വരുന്ന ആളാണോ? സ്ഥിരമല്ല, നേരത്തെ വരുമായിരുന്നു. ഇപ്പം ഇല്ല, അവർ കല്യാണമൊക്കെ കഴിച്ചിട്ട് ആലപ്പുഴയല്ല അവിടെ എവിടെ എങ്ങോട്ടാ താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ശർമിളയും സുഭദ്രയും തമ്മിലുള്ള ബന്ധം എന്താ? ഈ സുഭദ്ര ഇവിടെ ഒരു ലോഡ്ജ് നടത്തിയിരുന്നു. സുഭദ്രയല്ല, സുഭദ്രയുടെ കൂട്ടുകാരത്തി. അപ്പോൾ അവിടെ വന്ന് താമസിക്കാൻ വന്നതാണ് ഈ എന്തെന്നാ ശർമിള. അപ്പോൾ ഈ സുഭദ്ര ഈ കൂട്ടുകാരിക്ക് സഹായിക്കാനായിട്ട് അവർ പൈസ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ശർമിളയുടെ സ്വദേശം എവിടെയാണെന്നറിയാമോ? ഇവിടെ ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ഒന്നുമല്ല, വേറെ എവിടെയാണ് അവർ സ്റ്റേറ്റ് തന്നെ മാറിയിട്ടാണ്. അപ്പോൾ അവരെ പറ്റി പറഞ്ഞിരിക്കുന്ന അവർക്ക് അങ്ങനെ സ്വത്തുണ്ട് ഇങ്ങനെ സ്വത്തുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് കാശ്. ഒടുവിൽ ശർമിളയെ ഇവിടെ കണ്ടതെന്നായിരുന്നു? അതൊരു 1.5 വർഷമായി. അതിന് മുമ്പ് ഇവിടെ വന്ന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ചെക്കനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സുഭദ്രയെ ഒടുവിൽ കണ്ടത് എപ്പോഴാ? ഞായറാഴ്ച ഒരു ഉച്ചയ്ക്കും രാവിലെ മധ്യ ഒരു 11 മണി 10:30 മണി 11 മണിക്ക് ഇവർ 2 പേരും കൂടി അങ്ങോട്ട് പോകണമെന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ സുഭദ്ര ഇട്ടിരിക്കുന്ന ഈ വേഷമാണ്, ചുരിദാറാണ്, സാരിയല്ല എടുത്തേക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നോക്കാൻ കാര്യം. അങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ കയ്യിലൊരു കിറ്റുണ്ട്, മറ്റേ സ്ത്രീ സാരിയാണ് എടുത്തിരിക്കുന്നത്. അവർ സുഭദ്ര ഈ ഡ്രസ്സുമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പോകണ കണ്ടിട്ടാണ് ഞാൻ നോക്കി കുറേ നേരം നോക്കി നിന്ന് അവർ അങ്ങ് പോയി. പിന്നെ അങ്ങോട്ട് പോയി നടന്നുകൂടാ. പക്ഷേ വേറെ കാര്യമുണ്ട്. വൈകുന്നേരം ഇവിടെ ഈ അടുത്ത വീട്ടിൽ ഒരു കിറ്റ് കൊണ്ടുവന്ന് അവർ കൊടുത്ത് അവിടെ തൂക്കിയിടാൻ പറഞ്ഞു. അവർ എന്തോ പണിയെടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് തൂക്കി അവിടെ ഇട്ടേക്ക് സുഭദ്ര ചേച്ചി എന്ന് പറയും. സുഭദ്രയെ പക്ഷേ കാണുന്നില്ല എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? തിങ്കളാഴ്ചയാണ് ഈ വിവരം അറിയുന്നത്. ഇതിൽ ഉള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നത്. പോലീസ് വന്നപ്പോഴല്ലേ? പോലീസ് അത്രയേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാണാനില്ല എന്ന് വ്യക്തമാവുന്നത് അപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടോ ഏതെങ്കിലുമൊക്കെ ദിവസം അവർ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പല ഫംഗ്ഷനിലും പോകുന്നതാണ്. അങ്ങനെ പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. ഇത് ഈ ചിന്തയില്ലല്ലോ.